ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റ് വന്നതിന് നല്ലൊരു മഴ കണ്ടിട്ടാട്ടോ. നമ്മൾ ഈ ഒരു ചൂടും ഈ ഒരു ഉഷ്ണകാലത്തും കിട്ടിയ ഫസ്റ്റത്തെ ഒരു മഴ. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എത്രത്തോളം ശക്തിയായിട്ടാണ് മഴ പെയ്തെന്നുള്ളത് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴാട്ടോ മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുമ്പിൽ വലിയൊരു വയലുണ്ടായിരുന്നു, അതിൽ വെള്ളമൊക്കെ വറ്റിയതായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ അതിൽ 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായി. അപ്പം മനസ്സിലായി നല്ല ശക്തി തന്നെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായി എന്നുള്ളത്. അങ്ങനെ അതേ മഴ ഒന്ന് ചോർന്ന സമയത്ത് ഞാൻ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇനി താഴത്തും മുറ്റത്തും ഒന്ന് ഇറങ്ങി നോക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ചെടികളൊക്കെ ആകെ കൂടി നനഞ്ഞ് കുതിർന്നിങ്ങനെ നിൽക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഇവരും ആ ഒരു ഫസ്റ്റത്തെ മഴ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ഫസ്റ്റത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചൂടിലും ആ ഒരു നമുക്ക് അത്രയും ഉഷ്ണ സമയത്ത് നിൽക്കുന്ന സമയത്ത് കിട്ടിയൊരു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുപ്പ് കിട്ടുന്ന ഒരു ഫീലല്ലേ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് ആട്ടോ ഫസ്റ്റത്തെ ഒരു മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു ആംബിയൻസും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പോസിറ്റീവ് എനർജിയാണ് അത് തരുന്നത് എന്നുള്ളത്. അങ്ങനെ ദേ മുറ്റത്തേക്ക് ഇറങ്ങി ചില ചെടികളും ചട്ടികളും ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് കാണുമ്പോൾ ഒരു സങ്കടവും തോന്നി, പാവം ഒരുപാട് നനഞ്ഞല്ലോ എന്നുള്ള രീതിക്ക്. പിന്നെ അമ്മയുടെ പച്ചക്കറി കൂട്ടത്തിൽ ഞാൻ നോക്കിയ സമയത്ത് ഒരു പച്ചമുളക് മാത്രം കായ്ച്ച് നിൽക്കുന്നുണ്ടായി, അതും ആകെ നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിട്ടോ. അങ്ങനെ ദേ മുറ്റത്തിറങ്ങി ചെടികളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ അടുത്തേക്കൊന്ന് പോയാട്ടോ. അവരും ദേ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓരോന്നും ഓരോ മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഓരോ കോർണറിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. താഴെ ഒരാളും നിന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതേ പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞ വയൽ കേട്ടോ. വെള്ളമൊക്കെ ദേ 3/4 ഭാഗത്തോളം നിറഞ്ഞെന്ന് പറഞ്ഞത്. പിന്നെ ദേ മുറ്റത്തിറങ്ങി റോഡിൻ്റെ സൈഡിലുള്ള ഞങ്ങളുടെ കുറച്ച് ചെടികളാട്ടോ ഇതൊക്കെ. അങ്ങനെ അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഴ ശക്തിയായിട്ട് വരുന്ന പോലെ തോന്നി. നേരെ വീട്ടിൻ്റെ അകത്തേക്ക് ഓടിപ്പാഞ്ഞ് കയറി. അപ്പോൾ ഇനി അടുത്ത മഴ ദേ ശക്തിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ ഇതുവരെ മഴ പെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാൻ പറ്റാം.